നമ്മൾ യു കെയിലൊക്കെ ഞാൻ വന്ന സ്റ്റുഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റാലിറ്റി, അതായത് ഈ മാസ്റ്റേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു 90% ആൾക്കാരും പല പ്രൊഫഷൻസിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ചിലർ സ്റ്റേ ബാക്കിൽ ഇരിക്കുന്നവരുണ്ട്, കുറച്ച് പേർക്ക് ആ സെയിം പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ അയർലൻഡിൽ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് വരുന്നതാണ്. അപ്പോൾ ഈ സ്റ്റുഡൻസിന് എത്രമാത്രം ഫോർ എക്സാമ്പിൾ അവർ സെയിം, അതായത് ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റാലിറ്റി കോഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് വിസ സ്പോൺസർഷിപ്പിലേക്ക് കയറാൻ പറ്റുന്നത് യു കെയിലെ പോലെ സെയിം ആണോ, അതോ അല്ലെങ്കിൽ എത്രമാത്രം അതൊരു ഫീസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? കമ്പയർഡ് ടു യു കെയിൽ കൂടുതൽ പേരും ഈ കെയർ സെക്ടറിലേക്ക് പോകുന്നത് സ്പോൺസർഷിപ്പിൻ്റെ കാര്യം തന്നെയാണ്. പക്ഷേ അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുമ്പോൾ മണി മാത്രം ഫോക്കസ് ചെയ്യാതെ ഇപ്പം ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ ഫീൽഡിൽ എവിടെയെങ്കിലും കയറി എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫേം ആണെങ്കിൽ അവർ നമ്മുടെ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നമ്മളെ ഹയർ ചെയ്യും. നമുക്ക് സ്പോൺസർഷിപ്പ് അവർ തരാനുള്ള സാധ്യത കൂടുതലാണ്, ഒരുപാട് കൂടുതലാണ്. ഇപ്പം എൻ്റെ കമ്പനിയിൽ ഇപ്പം പാർട്ട് ടൈം ആയിട്ട് വന്ന ഒരു സ്റ്റുഡൻ്റാണ്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു പെർഫോമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയാൾക്ക് വേണ്ടി ബാധിക്കുകയും ചെയ്യും, ഹയർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ അതായത് നമ്മൾ ഇപ്പോൾ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട് നമുക്ക് വിസയിലേക്ക് മാറാൻ വേണ്ടി. ഇപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വിസ ടു ഈ സ്വിച്ചിങ് പ്രോസസ്സ് അത്ര എളുപ്പമാണോ അവിടെ? അതായത് ഇപ്പം യു കെയിലെന്ന് പറഞ്ഞാൽ ചില ജോബ്സിന് നമുക്ക് ഫോർ എക്സാമ്പിൾ സാലറി ക്രൈറ്റീരിയ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയർലൻഡിൽ അത്രമാത്രം ഈസിയാണ് സ്റ്റുഡൻറ്റ് ടു ലൈക്ക് എ വിസ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ യൂറോപ്പിലെ ഒരു കറൻറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ട് വിസ എല്ലായിടത്തും പാടാണ്. അതേ ബുദ്ധിമുട്ട് തന്നെ അയർലൻഡിലും ഉണ്ട്. പക്ഷെ ഒരിക്കലും അത് ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയില്ല. ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ അതൊരിക്കലും ഇമ്പോസിബിൾ ആണെന്ന് ഒരിക്കലും പറയില്ല. പിന്നെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഒരു പല പൊസിഷനിൽ നിൽക്കുമ്പോഴത്തേന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓപ്പറേഷണൽ മാനേജറിന് നിൽക്കുമ്പോഴത്തേന് എത്രമാത്രം അത് ഒരു നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതുമാത്രമല്ല എത്രമാത്രം ഒരു പ്രഷർ നമുക്ക് ബിൽഡ് ചെയ്യാറുണ്ടോ? ഡെഫിനറ്റ്ലി പ്രഷർ ഉണ്ടാവും. കാരണം നമ്മൾ ഓപ്പറേഷൻസ് മാനേജർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, തേർഡ് ഇൻ കമാൻഡാണ്. അപ്പം നമ്മുടെ മുകളിലുള്ള ഒരു ജനറൽ മാനേജർ ആണെങ്കിലും അല്ല ഒരു ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആണെങ്കിലും അവർക്ക് ഒരു ലിമിറ്റിനപ്പുറം അവരൊരു ഓഫീസ് ഷിഫ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്, അവരൊരു ലിമിറ്റിനപ്പുറം ചെയ്യില്ല. എല്ലാം വരുന്നത് ഓപ്പറേഷൻസിൻ്റെ കീഴിലാണ്. നമ്മളെല്ലാ കോർ ഡിപ്പാർട്ട്മെൻറ്റും നോക്കണം, പ്ലസ് ഹോട്ടലിൻ്റെ ടോട്ടൽ സെക്യൂരിറ്റി, ഓവറോൾ സെക്യൂരിറ്റി, പിന്നെ ഐറിഷ് പോലീസ് ഗാർഡ് അവരുമായിട്ടുള്ള കോർഡിനേഷൻസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വലിയ ഇവൻറ്റ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ കോർഡിനേഷൻ, അത് ഡെഫിനറ്റ്ലി അതിനൊരു ടീമുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ എല്ലാം ഒരു ലീഡ് ചെയ്യേണ്ടത് നമ്മളായിരിക്കും. അങ്ങനെ ലീഡ് ചെയ്യുന്നതിൻ്റെ പ്രഷർ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് ഉണ്ടാവും. ഗസ്റ്റിൻ്റെ ഒരു ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല അവരുടെ റിക്വയർമെൻറ്റ്സ്, അത് മീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഓക്കെ. അപ്പം അതായത് നമ്മളെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് എപ്പോഴും നമ്മളത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് അയർലൻഡിലെ ഒരു സീസണൽ ബിസിനസ് ആണോ ടൂറിസം എന്ന് പറയുന്നത്? അതായത് എപ്പോഴും ഒരു സ്റ്റേബിളായിട്ട് ടൂറിസ്റ്റ് വരുന്നതാണോ, അതോ ഈ സീസണലായിട്ട് ഓട്ടം വിൻ്റർ അങ്ങനെ മാറിയും തിരിഞ്ഞും ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഇതാണോ സിസ്റ്റം? അയർലൻഡിൽ കൂടുതലും ടൂറിസം ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അതൊരു സീസണൽ ബിസിനസ്സാണ്. ടൂറിസം സമ്മർ സീസണൽ ബിസിനസ്സാണ്. അതായത് ഒരു ഏപ്രിൽ മെയ് തൊട്ട് ഒരു ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വരെയുള്ള ഒരു ടൈം, ആ ഒരു ടൈമിലാണ് ടൂറിസ്റ്റ് കൂടുതലും വരുന്നത്. കൂടുതലും യൂറോപ്യൻസ് ആണ്. ഇന്ത്യ എന്നുള്ള ഗ്രൂപ്പുണ്ട്, ഞങ്ങൾക്ക് ഇന്ത്യ എന്നുള്ള ഗ്രൂപ്പുണ്ട്, ജർമ്മൻസ് ഉണ്ട്, സ്വിസ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഞങ്ങൾക്ക് പല കൺട്രീസ് എന്നുള്ള ഗ്രൂപ്പ് വരുന്നുണ്ട് അയർലൻഡിൽ. അയർലൻഡ് അതിനു വേണ്ടി കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ വിൻ്റർ ടൈമിൽ അത് അത്രയും ഒരു ഫീസിബിൾ അല്ല. പിന്നെ വേറൊരു കാര്യം, ഡിപ്പെൻഡ് ഓൺ ദ ലൊക്കേഷൻ. ഇപ്പോൾ ഹോട്ടലിരിക്കുന്നത് ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ നിന്നൊരു അല്ലെങ്കിൽ നല്ലൊരു ലൊക്കേഷൻ ആണെങ്കിൽ, പ്രൈം ലൊക്കേഷൻ ആണെങ്കിൽ കമ്പനീസ് അവരുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് അക്കോമഡേഷൻ എടുക്കും. അപ്പം ബിസിനസ് മാറി തിരിഞ്ഞ് വരും. ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ടൂറിസം അല്ല, ഇവൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ കോർപ്പറേറ്റ് ബിസിനസ് ഉണ്ട്, മീറ്റിങ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ എന്താ പറയുന്നത്, അവിടുത്തെ ഒരു ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, അതായത് അക്കോമഡേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ടുള്ള ഈ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട്? അയർലൻഡ് എന്ന് പറയുന്നത് ഫുൾ ഗ്രീനറിയാണ്. അവിടെ വീടുകളൊക്കെ അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞായിരിക്കും അടുത്തൊരു വീട് കാണുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും അവിടുത്തെ ഒരു, ഞാൻ പറയുന്നത് ഇന്നർ അയർലൻഡാണ്. അതായത് ഡബ്ലിൻ പോലെയോ കോർക്ക് പോലെയോ ലിംറിക്ക് പോലെയുള്ള സിറ്റികളുടെ കാര്യമല്ല,
കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വീടുകളൊക്കെ കുറവാണ്. സോ അക്കോമഡേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് എക്സ്പെൻസീവും ആണ്. ഓക്കെ. ഇപ്പം വിസ റെഗുലേഷൻസ് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടോ അതോ എല്ലായിടത്തെ പോലെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്ട്രിക്റ്റ് ആണ്. അത് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയണ്ടേ, കുറച്ചുകൂടെ ഒന്ന് അയക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇലക്ഷൻ അടുത്ത് വരുന്നതുകൊണ്ട് ഒരിക്കലും ഒരു കംപ്ലീറ്റ്ലി ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യില്ല. ഓക്കെ ഓക്കെ. നമ്മൾ ജോബ് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. കാരണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഇതിനകത്ത് കൂടുതൽ നമ്മൾ ഒരു അറിയാവുന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പം ജോബ് റിലേറ്റഡ് ആയിട്ടും ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് ആയിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. അതായത് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ പോലെ നമുക്ക് കൂടുതൽ നമ്മളിത് ഡീപ്പായിട്ട് പോകുന്നില്ല. കാരണം പലരും ഓൾറെഡി അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ അവസാനം ഒരു ക്വസ്റ്റ്യൻ പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അയർലൻഡ് വരുമ്പം ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഫ്രം യുവർ എക്സ്പീരിയൻസ്. ആദ്യമേ അയർലൻഡിൽ വരുമ്പോൾ മെയിനായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ആദ്യമേ നമ്മൾ നല്ലൊരു ജോലിയിലേക്ക് ലാൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ ലക്കുള്ളവർക്ക് മേ ബി കിട്ടും. പക്ഷേ ഒരു 90% ആൾക്കാരും, എന്നെ പോലുള്ള സാധാരണക്കാരും 90% ആൾക്കാർക്ക് തുടക്കത്തിൽ ആ ഒരു ചാൻസ് കിട്ടണമെന്നില്ല. ഡെസ്പറേറ്റ് ആയിട്ട് നമ്മളങ്ങ് ഡിപ്രസ്ഡ് ആവരുത്. അതിൻ്റെ പേരിൽ നമ്മൾ ഒരു കുറച്ച് സമയം കൊടുക്കുക. എല്ലാം അതിൻ്റെ സമയമാകുമ്പോൾ വരും. അതിന് കുറച്ച് സമയം കൊടുക്കുക. ഇപ്പം നമ്മൾ ഒരുവിധപ്പെട്ട ഫാക്ടേഴ്സ് എല്ലാം ഇതിനകത്ത് പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. പിന്നെ ഞാൻ നോർത്തേൺ അയർലൻഡ് ആയതുകൊണ്ട് അയർലൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലോസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യത്തിൽ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ പോലും ഐറിഷ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ അയർലൻഡിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ഇനി മുമ്പോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു, ആഷിഖിനൊരു വലിയ താങ്ക് യു. അപ്പം പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ അയർലൻഡിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ നോക്കും. കാരണം എല്ലാ രാജ്യത്തും പോകാൻ നോക്കുന്ന ആൾക്കാരുണ്ട്, ജോബ് നോക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ഓൾറെഡി അയർലൻഡിലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ തെറ്റുണ്ടെന്നെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.